വയനാട് സിപിഎമ്മിലെ വിഭാഗീയത കൂടുതലിടങ്ങളിലേക്ക്. നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി കണിയാമ്പറ്റയിൽ ഒരു വിഭാഗം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചു. പാർട്ടിയിൽ നിർജീവമാകാനാണ് അനുഭാവികൾ ഉൾപ്പെടെ 200ഓളം പേരുടെ തീരുമാനം. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലെ സിപിഎമ്മിനകത്തുള്ള സംഘടനാ പ്രശ്നം കേണിച്ചിറയിൽ മാത്രം ഒതുങ്ങുന്നില്ല. AV ജയനെതിരായുള്ള നടപടി വലിയ രീതിയിൽ സിപിഎമ്മിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയത്താണ് കണിയാമ്പറ്റയിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്താണ് ശരിക്കും ഇവിടുത്തെ സംഘടനാ പ്രശ്നം? ഇവിടെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള കണിയാമ്പറ്റ ലോക്കൽ സമ്മേളനത്തിനകത്ത് വലിയ രീതിയിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അതേപോലെ വിഭാഗീയ പ്രവർത്തനവും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ജില്ലാ സമ്മേളനത്തിനകത്തടക്കം വിഭാഗീയത നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ കോട്ടത്തറ ഏരിയ സെക്രട്ടറി, ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടി ആയിട്ടുള്ള മധുവാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് അദ്ദേഹം തുടക്കം കുറിച്ചത് 10 ബ്രാഞ്ചുകളുള്ള കണിയാമ്പറ്റ ലോക്കൽ കമ്മിറ്റി സംഘടനാ വിരുദ്ധമായിട്ട് വിഭജിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വിഭജിക്കുക 15 ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് ലോക്കൽ കമ്മിറ്റിക്കകത്ത് 15-16 ഉള്ളപ്പോൾ കണിയാമ്പറ്റയിലെ 162 പാർട്ടി മെമ്പർമാരും 10 ബ്രാഞ്ചുമുള്ള ലോക്കൽ കമ്മിറ്റി വിഭജിച്ചത് അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ ആക്ഷേപമെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കും അതേപോലെ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും പരാതി കൊടുത്തു. ഷൈല ടീച്ചറെ നേരിട്ട് കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചു. ഈ 6-7 മാസമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുവിധം മറുപടി ഉണ്ടായില്ല. ഇപ്പോൾ AV ജയന്റെ അനുഭവം അറിയാലോ. പരസ്യ പ്രതികരണത്തിന്റെ മുകളിൽ വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പാർട്ടി ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളിലേക്ക് കടക്കുന്നുള്ളതൊക്കെ ഉറപ്പല്ലേ? ഇപ്പം ഞങ്ങൾക്കുള്ള വിഷയം വെച്ചാൽ ഞങ്ങൾ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് കണിയാമ്പറ്റ ലോക്കൽ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഭാഗീയത നടന്നിട്ടുണ്ട്. അത് ജില്ലാ സമ്മേളനത്തിലേക്ക് കോപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താഴ്ന്നൊരുക്കിയ ഒരു തുടക്കമാണ്. ഉൾപ്പാർട്ടി ജനാധിപത്യം നടപ്പിലാക്കാതെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റുപറത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പം അയാളെ ഏറാമൂലിയായിട്ടുള്ള ആളെ സെക്രട്ടറി ആക്കാൻ വേണ്ടി 3 വോട്ട് അസാധുവാക്കി പ്രഖ്യാപിക്കുകയും അതിൽ പുറത്ത് നിന്ന് എൻ്റെ ബ്രാഞ്ചാണ് നോർത്ത് ബ്രാഞ്ച്, കമ്പളക്കാട് നോർത്ത് ബ്രാഞ്ച്, ആ ബ്രാഞ്ചിലെ 5 മെമ്പർമാരെ സമ്മേളന പ്രതിനിധിയാക്കാൻ നിശ്ചയിക്കുകയാണ്. അതിന് പുറമെ ഏരിയ കമ്മിറ്റി ഒരാളെ വേറെ കോപ്റ്റ് ചെയ്ത് ആ ആളെ വോട്ടിൻ്റെ പുറത്താണ് ഇയാൾ ജയിച്ചു വരുന്നത്. ഇതിൽ പാർട്ടിയിൽ നിന്ന് ഇതുവരെ നീതി കിട്ടിയില്ല, ജില്ലാ നേതൃത്വത്തിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുൾപ്പെടെയുള്ള അഭിപ്രായമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരേണ്ടി വന്നത്. തങ്ങൾ പാർട്ടിയായി തന്നെ തുടരും, പാർട്ടിയായി തന്നെ ജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം, അത് പരിഹരിക്കപ്പെടണം എന്നുള്ള ആവശ്യമാണ് കണിയാമ്പറ്റയിൽ നിന്ന് CPM ഭാഗത്തുനിന്ന് ഉയരുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.